മുമ്പ് നാം വിശുദ്ധി എന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. എന്താണ് വിശുദ്ധി? 1 പത്രോസ് 1:16 നമുക്ക് കാണാം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ദൈവം വെറുക്കുന്നതിനെ വെറുത്തും ദൈവം ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ടും ദൈവം ചെയ്യരുത് എന്ന് പറയുന്നതിനെ ചെയ്യാതിരിക്കുമ്പോൾ നാം വിശുദ്ധരാകുന്നു. വിശുദ്ധനായിരിക്കെ അശുദ്ധി കാണിച്ച ഒരു വ്യക്തിയാണല്ലോ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ. വിശുദ്ധിയില്ലാതെ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പൂർണ്ണമായും തീരുമാനമെടുത്തിട്ട് വിശുദ്ധിയേറിയ അത്താഴം ഭക്ഷിച്ചപ്പോൾ അത് ഒരിക്കലും മാറാത്ത പാപത്തിനാണ് കാരണമായി. നാമും തിരുവത്താഴം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എത്രമാത്രം വിശുദ്ധരാകണം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നാം ശുദ്ധിയോടെ വിശുദ്ധ അത്താഴം സ്വീകരിച്ച നാളെ വരുന്ന നമുക്കത് അശുദ്ധമായി നമുക്ക് അത്താഴം സ്വീകരിച്ച നാളെ വരുന്ന നമുക്കത് രോഗങ്ങൾക്കും കുറ്റങ്ങൾക്കും ഒരു വലിയ പാപങ്ങൾക്ക് തന്നെ അതൊരു കാരണകരമാകാം. പക്ഷേ നാം ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവ ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പോടെ ആ അത്താഴം സാധിച്ചാൽ നമുക്ക് ഒരു പുതുജീവിതത്തിന് തുടക്കം തന്നെ അതാവാം. വിശുദ്ധിയെപ്പറ്റി പറയുന്ന ഒരു 3 അധ്യായങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് ചുരുക്കത്തിൽ പറയുന്നു. റോമർ 12:1 വായിക്കും നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പുറമേ നല്ലവനായി കാണിക്കുന്നതല്ല, ഉള്ളിൽ സത്യസന്ധരായും ശുദ്ധമായും ജീവിക്കുന്നതാണ് വിശുദ്ധിയെന്ന്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ശുദ്ധമായി നമ്മൾ പുറമേ നടക്കുന്ന രീതിക്കെല്ലാം ശുദ്ധമായ രീതിക്ക് തന്നെ നടന്നാൽ മാത്രമേ നമുക്കത് ജീവിതത്തിൽ ഒരു വിശുദ്ധി നേടുവാൻ സാധിക്കുകയുള്ളൂ. 1 പത്രോസ് 2:15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ലോകത്തിൻ്റെ രീതിയിലല്ല ദൈവത്തിൻ്റെ വഴി ശുദ്ധമായും നീതിയുടെയും കൂടെ ജീവിക്കണമെന്ന്. അവിടെ വിശുദ്ധി വേണമെങ്കിൽ നമ്മൾ നീതിക്കും അവിടെ പ്രാധാന്യമുണ്ടോ നമുക്ക് ആ ഒരു അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. യെശയ്യാവ് 33:15-17 ഇന്ന് വായിച്ചു കേട്ട് അത് വേദഭാഗത്തിൻ്റെ നമുക്ക് വായിക്കാൻ മനസ്സിലാകും. നീതിയോടെ നടക്കുകയും ദോഷത്തിൽ നിന്ന് മാറി ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നത് വിശുദ്ധിയുടെ ജീവിതത്തെ നമുക്ക് ഒരു ഭാഗമാകുന്നതാണെന്ന്. ഈ വിശുദ്ധിയെ പറ്റി 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമാണോ എന്നത്. വിശുദ്ധി പൊതുസമൂഹത്തിൽ മാത്രം കാണിക്കേണ്ട ഒന്നല്ല, അത് കുടുംബത്തിൽ നിന്ന് തന്നെയാവണം ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയല്ല നമുക്കതാവാം. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുമ്പോഴും മാതാപിതാക്കൾ നേരായ പാതയിൽ നടക്കുമ്പോഴും കുടുംബത്തിൽ പ്രാർത്ഥനയും ക്ഷമയും സ്നേഹവും ഉണ്ടാകുമ്പോൾ ദൈവസാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കാൻ സാധിക്കും. 2 ശമൂവേൽ 12 വായിക്കുമ്പോൾ നമുക്ക് അവിടെ ദാവീദിൻ്റെ പാപത്തിൽ വീണു പോകുന്ന സംഭവം കാണുവാൻ സാധിക്കും. ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുവാനായി ഊരിയാവിനെ കൊല്ലുകയും അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്തു. അവിടെ നമുക്ക് കാണാം, ഒരു നിമിഷം തോന്നിയ അതിമോഹമാണ് അവിടെ പാപത്തിന് കാരണമായി ചേർന്നതെന്ന്. തുടർന്ന് എന്തുണ്ടായി? നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വരികയും 2 ശമൂവേൽ 12:11 പറയുന്നത് പോലെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്നും ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. എത്ര പരിശുദ്ധമായി എത്ര നേരായി നടന്നു എന്നതല്ല അവിടെയുള്ള കാര്യം. പാപം ചെയ്താൽ നമുക്കതിൻ്റേതായ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ചെയ്തു പോയ എല്ലാത്തിനും അവിടെ തകർന്നു പോവുകയാണ്. നമ്മൾ എപ്പോഴും വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളിലൊന്നും വീണു പോകാതെ നേരായി ജീവിക്കാൻ, നമ്മുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുവാൻ സാധിച്ചാൽ നമുക്കവിടെ കുറേ തെറ്റായ ജീവിതത്തെ മാറി നടക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ദാവീദിൻ്റെ കുടുംബത്തിൽ ഉണ്ടായ കുറേ ദുരന്തങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വന്തം മകനെ തന്നെ അവിടെ കൊല്ലുവാൻ നോക്കുന്ന സന്ദർഭങ്ങളൊക്കെയുണ്ട്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പാപം ചെയ്താൽ കുടുംബം നരകമായി മാറുകയും തകരുകയും ചെയ്യും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ കാര്യങ്ങൾ തന്നെ നമുക്കവിടെ ബൈബിളിൽ കാണുവാൻ സാധിക്കും. ദാവീദ് എന്നൊരു വ്യക്തി മാത്രമല്ല, നമ്മുടെ കയീൻ, ഹാബേൽ, അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ബൈബിളിൽ തന്നെ നമുക്ക് ഉദാഹരണമായി പറയാനുണ്ട്. ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിലെ ശുദ്ധി. ഇന്നത്തെ ലോകത്തിൽ പണം, അധികാരം, സ്വാർത്ഥത തുടങ്ങിയവ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട്. ഇവയോട് തോന്നിക്കുന്ന അമിത ആർത്തി അവൻ തെറ്റായ ചിന്താജീവിതത്തിൽ അകപ്പെടും, അശുദ്ധിയിലേക്ക് പോകുന്നു. ദൈവം നമ്മോട് ശുദ്ധിയുള്ള ഹൃദയമാണ് ആഗ്രഹിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് ഉപദേശിച്ചത് എന്താണ്?
മത്തായി 5:8 നമുക്കവിടെ കാണാം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. നമ്മുടെ ഹൃദയശുദ്ധി ആകുന്നു ജീവിത വിശുദ്ധിക്ക് ഒരു ഘട്ടം. യേശു 12 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ദൈവത്തിനും മാതാപിതാക്കൾക്കും കീഴടങ്ങി വിശുദ്ധിയോടെ ജീവിച്ചു. യേശു ക്രിസ്തുവിന് അതിൻ്റേതായ ധാരാളം വെല്ലുവിളിയും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടതായി വന്നത് നാം ഈ വിശുദ്ധവചനത്തിൽ കുറേ കേട്ട് വന്നതാണല്ലോ. പുറപ്പാട് 33:17 വായിക്കുമ്പോൾ അവിടെ നമുക്ക് വിക്കനായ മോശയെ പറ്റി കാണുവാൻ സാധിക്കും. വിക്കനായ മോശയെ ദൈവം വിളിച്ചപേക്ഷിച്ച നാൾ മുതൽ ഹൃദയശുദ്ധിയോടെ ജീവിച്ചതിനാൽ ഫറവോനേക്കാൾ മിസ്രയീമ്യരെ ശ്രേഷ്ഠരായി മാറ്റി. മോശയുടെ ഒപ്പമുണ്ടായിരുന്നവർ കാളയുടെ വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചപ്പോഴും മോശ അവിടെ യഹോവയായ ദൈവത്തിൽ ചേർന്ന് തന്നെ നിന്നു. വിശുദ്ധനായിരിക്കെ കൊണ്ടാണ് നമുക്കറിയാവുന്ന പോലെ മുൾപ്പടർപ്പിൽ ചെരുപ്പിട്ട് കയറരുത് എന്ന് പറയുന്ന ഒരു സന്ദർഭം നമുക്കറിയാവുന്നല്ലോ. നമുക്ക് മോശയുടെ ആത്രം വിശുദ്ധി കാരണമാണ് അവിടെ ദൈവം മോശയ്ക്ക് ഒരു അവസരം അവിടെ നൽകിയത്. ജീവിതം കൊണ്ട് ഒരു മാതൃക തന്നെയാണ് മോശ അവിടെ. അതുപോലെ തന്നെയാണ് ദൈവസേനയെ കീഴടങ്ങുമ്പോൾ ധാരാളം ശത്രുക്കളും വെല്ലുവിളിയും ഉണ്ടാകുമെന്നതിന് വേറൊരു ഉദാഹരണമായി യോസേഫിനെ പറയുന്നത്. സ്വന്തം സഹോദരന്മാരുടെ മുന്നിലും പോത്തിഫറിൻ്റെ ഭാര്യയുടെ മുന്നിലും വിശുദ്ധോടെ നിന്നതിനാൽ യോസേഫിനെ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നിരുന്നാലും ദൈവം അവനെ മിസ്രയീം രാജ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനത്തോളം ഉയർത്തുന്നത് നാം അറിയുന്ന കാര്യമാണ്. ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തുവാനും താഴ്മയോടും വിശുദ്ധിയോടും നിലനിൽക്കാൻ നാം കഠിനമായി ദൈവത്തിൽ ആശ്രയിച്ച് കീഴടങ്ങി ജീവിച്ചാലേ പറ്റുകയുള്ളൂ. അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്ങനെ നമുക്ക് വിശുദ്ധി നേടാമെന്ന്. ശരീരം കൊണ്ടുള്ള ആരാധന വിശുദ്ധിയുടെ ഒരു ഘടകമാണ്. യെശയ്യാവ് 33:15-17 വരെ ഇന്ന് വായിച്ച അധ്യായങ്ങൾ അവിടെ എങ്ങനെയുള്ളവരാണ് ഉയരങ്ങളിൽ വസിക്കുമെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തെ വെല്ലുവിളികൾ ധാരാളമുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ. ഫോൺ നല്ല കാര്യങ്ങൾക്കും തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഉപയോഗിക്കുന്നവർ ഓർക്കേണ്ടത് നമ്മുടെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിക്കാത്ത പലതരത്തിൽ ഇവ നമ്മെ കൊണ്ടെത്തിക്കും. യേശുവുമായി ഐക്യപ്പെടുമ്പോൾ, യേശുവോട് ചേർന്ന് വചനം ഗ്രഹിക്കുമ്പോൾ നമുക്കിതിൽ ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് നമുക്ക് വിശുദ്ധിക്ക് കണക്കാക്കിയെടുക്കാം. അവ നമുക്ക് ദൈവകൃപയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നാം വിശുദ്ധരായി ദൈവത്തോടടുത്ത് അവനെ മാത്രം ആരാധിച്ച് മഹത്വപ്പെടുത്തിയാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് പറയുന്ന ഒരു വേദഭാഗമാണ് മത്തായി 7:21 നമുക്കവിടെ വായിക്കുവാൻ സാധിക്കും. എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിത വിശുദ്ധിയും ഈ എല്ലാത്തിനും ഒരു ഘടകം തന്നെയാണ് സ്വർഗരാജ്യം. നമ്മളെല്ലാവരും ഇപ്പോൾ പള്ളിയിൽ വരുന്നത് ആരാധിക്കുന്ന എല്ലാം സ്വർഗരാജ്യത്തെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടിയായിട്ടാണല്ലോ. ദൈവം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സ്വർഗത്തെ രാജ്യത്തെ എത്തണമെങ്കിൽ നമ്മുടെ അത്യാവശ്യമായി ആവേണ്ട ഒരു ഘടകം തന്നെയാണ് വിശുദ്ധി. അതിനാൽ ഈ ഹോശന ദിനം മുതൽ നമുക്ക് ദൈവവചനം കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥനയാൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നമുക്ക് വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാം. ചുരുക്കത്തെ ദൈവസ്നേഹത്തിൽ വളർന്ന നാം ഓരോരുത്തരും വിശുദ്ധരായി മാറും. തിന്മകൾ നിന്നെ ഈ ലോകത്തെ ജീവിത വിശുദ്ധി കൈവരിച്ച് സ്വർഗരാജ്യം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഏവരെയും പ്രാപ്തരാകട്ടെ എന്നും 2026 വിശുദ്ധവാരം അതിന് ഒരു ചവിട്ടുപടിയാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവേനു താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവേനു താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാ. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം,
പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാ. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാ. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിടാം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, ഇന്നത്തെ ഈ വിശുദ്ധവാരത്തിൽ ആദ്യ ദിവസം സന്ധ്യാനേരം ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വിനീതമായി നമ്മെ എത്തിച്ചേരുവാൻ സാധിച്ചുവല്ലോ. കർത്താവായ യേശുവിനെ രാജായി സ്വീകരിച്ച ജനങ്ങളെപ്പോലെ നമ്മുടെ ഹൃദയങ്ങളെ അങ്ങേ സ്വീകരിക്കാൻ സഹായിക്കണമേ. കർത്താവെ, വിശുദ്ധിയെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും വിശുദ്ധി പുലർത്തുവാൻ നമ്മളെ ശക്തരാക്കണമേ. നിൻ്റെ ഇഷ്ടത്തിന് യോജ്യമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ കരുത്തു തരണമേ. ദൈവമേ, ഈ ലോകത്തിലെ ദുഷ്ടചിന്തയിൽ നിന്നും പാപവഴികളൊക്കെയും വീഴാതെ കാക്കണമേ. നീതിയിലും ന്യായത്തിലും ഉറച്ചവരായി നിൽക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധ കുടുംബങ്ങളാക്കണമേ. നമ്മുടെ വീട്ടിൽ നിൻ്റെ സാന്നിധ്യം നിറയ്ക്കണമേ. പ്രാർത്ഥനയും വചന ധ്യാനവും ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു ഭാഗമാക്കി തരണമേ. അവ ജീവിതത്തിലും ഒരു ഭാഗമാക്കണമേ. പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ശരീരത്താൽ മാത്രമല്ല, ആത്മാവോടും മനസ്സോടും കൂടി വിശുദ്ധി ഞങ്ങൾക്ക് തരണമേ. യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. മോശയെപ്പോലെ അനുസരണയുള്ള ഹൃദയവും അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഈ രാത്രി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഇന്ന് വരുവാൻ പറ്റാത്തവർക്ക് വരുന്ന ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ. ശാന്തമായ ഒരുക്കം അനുഗ്രഹിക്കണമേ. നാളെ ഒരു പുതിയ ദിവസമായി നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇതെല്ലാം അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.